വിഷ്ണു, എന്താണ് ഇന്ത്യക്കാർക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അനിഷ്ട സംഭവ വികാസങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിരന്തരമായ മുന്നറിയിപ്പ് ഇസ്രായേലിലും ഇറാനിലും താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാർ മുഖേന നൽകിയിരുന്നു, എംബസികൾ മുഖേന നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാനാണ് എംബസികൾ നൽകുന്ന നിർദ്ദേശം. ഇത് സംബന്ധിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഇവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലെല്ലാം തന്നെ എംബസികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത്തരം ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ലോക്കൽ വാർത്തകൾ, അതായത് പ്രാദേശിക തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം, അനാവശ്യമായി പുറത്തിറങ്ങുകയോ അനാവശ്യ യാത്രകൾ നടത്തുകയോ ചെയ്യരുത് എന്നും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ കണക്കിലെടുക്കണം. ഒപ്പം തന്നെ തങ്ങൾക്ക് പരിചിതമായ ഷെൽട്ടറുകൾക്ക് സമീപത്തേക്ക് താമസം മാറാനും അല്ലെങ്കിൽ അത്തരം താമസ സൗകര്യങ്ങൾക്ക് സമീപത്തുള്ള ഷെൽട്ടറുകൾ കണ്ടെത്താനും ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഇമെയിൽ ഐഡികളും ഇപ്പോൾ എംബസികൾ ഇറാനിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിലുമുള്ള എംബസികൾ പുറത്തിറക്കിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ജോർദാൻ, ഈ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനിഷ്ട സംഭവങ്ങൾ ജോർദാനെയും ഒരു പരിധിവരെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. വ്യോമഗതാഗതം താറുമാറാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സന്ദർശകരായും വിനോദസഞ്ചാരികളായും ഇത്തരത്തിൽ ജോർദാനിലെത്തിയ ഇന്ത്യക്കാരോട് രാജ്യം വിട്ടു പോകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വ്യോമഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ജോർദാനിൽ നിന്ന് പുറത്തു കടക്കാനാണ് എംബസി ഇപ്പോൾ ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. മോത്തി, ശരി വിഷ്ണു, ആ ദൃശ്യങ്ങൾ നമുക്ക് അതാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ തകർക്കുമെന്ന് ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 മിനിറ്റ് നീളുന്ന സംഭാഷണത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഭീകരവാദികളെ എതിർക്കുക, ഭരണമാറ്റം ഉണ്ടാവുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ 8 മിനിറ്റ് നീളമുള്ള സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വിഷ്ണു, ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള ആശങ്കയെപ്പറ്റി പറഞ്ഞു. നമ്മൾ വിനോദസഞ്ചാരികളായവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ. പക്ഷേ അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മനുഷ്യർ, പ്രവാസികളായവരുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ ഇന്ത്യ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? എപ്പോഴത്തേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിയും? കാരണം വലിയ തോതിൽ അത്തരത്തിലൊരു ആശങ്കയും സ്വാഭാവികമായും ഉടലെടുത്തിട്ടുണ്ടാവണം. സ്വാഭാവികമായും മോത്തി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എംബസികളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളും ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്ന സമാന സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്കറിയാവുന്നതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കോമൺ ബോർഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമില്ല. പക്ഷെ സമീപത്തുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ മുഖേന ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന ഇന്ത്യക്കാരോ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് നമുക്കറിയാൻ സാധിക്കും. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴും നമ്മൾ യുക്രൈനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള വ്യോമ ഗതാഗതം വഴി അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക വിമാനങ്ങൾ അയച്ച് എല്ലാം രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്ത ഒരു ചരിത്രം ഈ സമീപകാലത്ത് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. സമാനമായ ഒരു സാഹചര്യം എന്ന് തന്നെ വേണം ഒരു പക്ഷേ ഇറാനിലും ഇസ്രായേലിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ എല്ലാ തരത്തിലുമുള്ള തീവ്രവാദങ്ങളുടെ സ്പോൺസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും രംഗത്തെത്തി. അത് ഒരു പക്ഷേ നമുക്ക് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ തുല്യ ശക്തികളായിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാകുമ്പോൾ ഒരു പക്ഷേ റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കാൾ കൂടിയ തലത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ നിരവധി ആളുകളാണ്
ജോലി ആവശ്യാർത്ഥം ഇസ്രായേലിലും എല്ലാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അവരെയെല്ലാം സുരക്ഷിതരാക്കുക എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അതാത് സ്ഥലങ്ങളിലെ എംബസികൾ മുഖേന കേന്ദ്ര സർക്കാരിന് ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബോംബാക്രമണങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവർക്ക് സുരക്ഷിതമായ ഒരു സങ്കേതം ഒരുക്കുക അല്ലെങ്കിൽ ഷെൽട്ടറുകൾ ഒരുക്കുക എന്നത് തന്നെയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള സുരക്ഷിതമായ ഷെൽട്ടറുകൾ കണ്ടെത്തണം, നേരത്തെ തന്നെ കണ്ടെത്തി അതിന് സമീപത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ പങ്കുവച്ചത് ദൃശ്യം ഒരിക്കൽ കൂടി.